ഞാനേതോ ദേവലോകത്താണോ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ലാലേട്ടൻ പുതിയ പ്രമോ വന്നിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതെ, കിടിലനൊരു പ്രമോ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ പറയുന്നു, ഞാൻ ഏതോ ദേവലോകത്ത് എത്തി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ജിൻഡോയും അപ്സരയുടെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആണ് പ്രമോയിൽ കാണിക്കുന്നത്. നല്ല മേവഴുക്കത്തോടു കൂടി നല്ല കോസ്റ്റ്യൂമിൽ ജിൻഡോയും അപ്സരയും നൃത്തച്ചുവടുകൾ വയ്ക്കുന്ന കാഴ്ച. അപ്സരയുടെ കൂടെ വളരെയധികം മെയ്വഴക്കത്തോടു കൂടിയാണ് ജിൻഡോയും ഓരോ സ്റ്റെപ്പും വെക്കുന്നത് നമുക്ക് കാണാം. അത് കണ്ടിട്ട് ലാലേട്ടൻ പറയുന്നതാണ്, ഞാൻ ഏതോ ദേവലോകത്ത് എത്തി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ കാഴ്ചവെച്ചത്. ഏതായാലും അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നേരിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ജിൻഡോയുടെ ഗ്രാഫ് ഉയർന്നു വരിക. ആദ്യത്തെ വീക്കിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്നും മണ്ടൻ എന്ന ഒരു അവാർഡ് വാങ്ങിയ ജിൻഡോ. പക്ഷെ താൻ മണ്ടനല്ല എന്ന് തെളിയിച്ച് കാണിക്കാൻ അടുത്ത വീക്കിൽ ജിൻഡോയ്ക്ക് 100% കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം പവർ ടീമിൽ കയറാനുള്ള ടാസ്ക് ജയിച്ചു. അങ്ങനെ പവർ ടീമായി. അതുമാത്രമല്ല, ജിൻഡോയുടെ ഓരോ മൊമെൻറ്റും, ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രിപ്പറേഷൻസ്, ഓരോ രസങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒക്കെ ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ടുകൊണ്ട് ഒപ്പിയെടുത്ത് അതൊക്കെ പ്രേക്ഷകരിലേക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ എത്തിച്ചിരുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓരോ ദിവസവും ജിൻഡോയുടെ ഓരോ പെർഫോമൻസ് കാണുന്തോറും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ജിൻഡോയ്ക്ക് വലിയൊരു സ്ഥാനം വരികയാണ്. ഇതേ ആവശ്യത്തോടു കൂടെ മുന്നോട്ട് കളിക്കുകയാണെങ്കിൽ ബിഗ് ബോസിൻ്റെ വിന്നർ ആവാനുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ജിൻഡോ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആ മനസ്സിനെയും കണ്ണിനും കുളിർമയേകുന്ന കാഴ്ച കാണാം. പുതിയ വിശേഷങ്ങളായി ഞാൻ ഇനി വരും. അതുവരെ ബൈ.